ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, മെയ് 15 തിരുസഭ വചനവിചിന്തനത്തിനായി നൽകുന്നത് യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷം 13 അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങളാണ്. ഈയൊരു ഈസ്റ്റർ കാലത്തിൽ അവിടുത്തെ അന്ത്യത്താഴ മേശയ്ക്ക് ചുറ്റുമിരുന്ന് അവനെ ശ്രവിക്കാനാണ് നമ്മെ വചനം ക്ഷണിക്കുക. ഇതുതന്നെയാണ് ഓരോ പരിശുദ്ധ കുർബാനയിലും സംഭവിക്കുക. അവിടുത്തെ അന്ത്യത്താഴ വിരുന്നിന് ചുറ്റും നാം ആയിരിക്കുന്നു. 21 അധ്യായങ്ങൾ മാത്രമുള്ള യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലെ 5 അധ്യായങ്ങളും ഈ അന്ത്യത്താഴ പ്രഭാഷണങ്ങളെ ആസ്പദമാക്കിയുള്ളതാണ്. ഈശോ എത്രമാത്രം അവരെ സ്നേഹിച്ചിരുന്നു, എത്രമാത്രം സൗഹൃദത്തിലായിരുന്നു എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന ഭാഗങ്ങൾ. ചിലതൊക്കെ ആവർത്തിക്കുന്നതായി തോന്നാമെങ്കിലും ചെറിയ വചനങ്ങളായി അവ എടുക്കുമ്പോൾ നമ്മോട് തന്നെ ആഴമായി യേശുനാഥൻ സംസാരിക്കുന്നതാണെന്ന് മനസ്സിലാവും. അനുഗ്രഹം നേടാനുള്ള ഒരു എളുപ്പ വഴിയാണ് നാം ഈ സുവിശേഷ ഭാഗത്ത് കാണുക. 16 വാക്യമാണ് ഉത്തരം. ഭൃത്യൻ യജമാനനേക്കാൾ വലിയവനല്ലെന്നും അയക്കപ്പെട്ടവൻ അയച്ചവനേക്കാളും വലിയവനല്ലെന്നും ഈശോ പറയുന്നത് നാം ആരാണെന്ന ബോധ്യം, എളിമയുടെ ആ ബോധ്യം ഉണ്ടാവണം എന്നാണ്. ഇത് അറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ നാം അനുഗ്രഹീതരാകും എന്ന് തുടർന്നുള്ള വചനം പറയുന്നു. എളിമയുടെ മനസ്സുള്ളവർക്കാണ് ഇങ്ങനെ സ്വയം ചിന്തിക്കാൻ സാധിക്കുക. അല്ലാത്ത പക്ഷം സ്വയം എന്തൊക്കെയോ ആണെന്ന ഭാവത്തിൽ നമ്മെ ഉത്തരവാദിത്വം ഏൽപ്പിച്ച ആളെയും കാൾ വലിയവനാണെന്ന ഭാവത്തോടെ അവർക്കും മുകളിൽ എത്താൻ അവരെ തോൽപ്പിക്കാൻ ശ്രമിച്ച് അനുഗ്രഹത്തിന് പകരം ദുരിതം ഏറ്റുവാങ്ങും. അത്തരത്തിലൊരാളെക്കുറിച്ച് സങ്കീർത്തനം 41 അധ്യായം 9 വാക്യം ഉദ്ധരിച്ചുകൊണ്ട് യേശുനാഥൻ തുടർന്നുള്ള വചനത്തിൽ പറയുന്നുണ്ട്: അപ്പം ഭക്ഷിക്കുന്നവൻ എനിക്കെതിരെ കുതികാലുയർത്തി. സങ്കീർത്തകന്റെ, അതായത് ദാവീദ് രാജാവിന്റെ വാക്കുകൾ അല്പം കൂടെ വേദനിപ്പിക്കുന്നതാണ്. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാലുകൾ ഉയർത്തിയിരിക്കുന്നു. സാമൂവേലിന്റെ 2 പുസ്തകം 15 അധ്യായത്തിൽ നാം കാണുന്ന ചതിയുടെ മാത്സര്യത്തിൻ്റെ കഥയുണ്ട്. തൻ്റെ പിതാവായ ദാവീദിനോട് അബ്സലോമിൻ്റെ മാത്സര്യം. പ്രവാസത്തിൽ നിന്നെത്തിയ അബ്സലോം രാജാവാകാൻ ഇസ്രയേലിയരുടെ പിന്തുണ രഹസ്യമായി സമ്പാദിക്കുകയും സ്വയം രാജാവായി തൻ്റെ പിതാവായ ദാവീദിനെ നാടുകടത്തുകയും ചെയ്യുന്ന സങ്കടകരമായ അവസ്ഥയിൽ ദാവീദ് മനം നൊന്ത് കരയുന്നതാണ് 41 സങ്കീർത്തനം. ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരെ കുതികാലുയർത്തിയിരിക്കുന്നു. ചതിയിലൂടെ രാജാവായ അബ്സലോമിന് എന്ത് സംഭവിച്ചു എന്ന് സാമൂവേലിന്റെ 2 പുസ്തകം 18 അധ്യായം 9 വാക്യം പറയുന്നുണ്ട്. കോവർ കഴുതയുടെ പുറത്ത് ഓടിച്ചു പോകുമ്പോൾ അവൻ്റെ മുടി മരക്കൊമ്പിൽ കുടുങ്ങി, ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവൻ തൂങ്ങിക്കിടന്നു. മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 27 അധ്യായം 5 വാക്യം യൂദാസിന്റെ മരണത്തെക്കുറിച്ച് പറയുന്നു: അവൻ പോയി കെട്ടി ഞാന്ന് ചത്തു. നമ്മുടെ ജീവിതത്തിലും നാം ഒത്തിരി സ്നേഹിച്ചവർ, നാം കൂട്ടായി നിന്നവർ, നമ്മുടെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവർ നമ്മെ ചതിച്ച അവസരങ്ങൾ, വാക്കുകൾ കൊണ്ട് അകാരണമായി മുറിവേൽപ്പിച്ച് കടന്നുപോയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. യേശുനാഥൻ കടന്നുപോയ തീവ്ര വേദനയുടെ മണിക്കൂറുകൾ, ബ്രൂട്ടസെ നീയും എന്ന് പറഞ്ഞു പോകുന്ന ഹൃദയം തകരുന്ന അവസ്ഥകൾ. പ്രിയമുള്ളവരെ, എല്ലാം നമുക്ക് അവിടുത്തെ അന്ത്യത്താഴ മേശയിൽ അവനോടൊപ്പം ചേർത്ത് വയ്ക്കാം. നമുക്കൊപ്പം ഈശോയും ഇത്തരത്തിൽ സഹിച്ചിട്ടുണ്ട് എന്ന ബോധ്യം അവിടുത്തെ ആ കരങ്ങൾ നമ്മെയും ആശ്വസിപ്പിക്കട്ടെ. മറ്റുള്ളവർ നമ്മോട് മത്സരിച്ചു കൊള്ളട്ടെ, എന്നാൽ നമുക്ക് യേശുനാഥൻ്റെ ആ എളിമയുടെ മാതൃക സ്വീകരിക്കാം, അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.